ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. യാത്ര ഇഷ്ടപ്പെടുന്നവരാണ് നാം എല്ലാവരും. എനിക്ക് യാത്രകൾ വളരെ ഇഷ്ടമാണ്. ചെറുതും വലുതുമായ യാത്രകളിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. യേശുവിൻ്റെ ജനന സമയത്തെ യാത്രകളെക്കുറിച്ച് ചിന്തിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമതായി ജോസഫിൻ്റെയും മറിയയുടെയും യാത്ര. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. ആ കാലത്ത് ലോകം ഒക്കെയും പേർവഴി ചാർത്തണം എന്ന് ഔഗുസ്ത്യൂസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറേന്യോസ് സുറിയ നാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചാർത്തൽ ഉണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താൻ്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസേഫും ദാവീദിൻ്റെ ഗൃഹത്തിലും കുലത്തിലും ഉള്ളവൻ ആകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രേത്ത് പട്ടണം വിട്ടു. യഹൂദിയയിൽ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. ലോകം ആവശ്യപ്പെട്ട ആ യാത്രയിലാണ് അവരുടെ കുടുംബത്തിൽ ലോകരക്ഷകൻ പിറന്നത്. അനിവാര്യമായ യാത്രകളിൽ മുൻപോട്ട് തന്നെ പോവുക. രക്ഷകൻ വന്നു പിറക്കാൻ ഒരുപക്ഷെ ഈ യാത്രകൾ നിമിത്തമായേക്കും. രണ്ടാമതായി ആട്ടിടയന്മാരുടെ യാത്ര. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവരോട് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം അറിയിച്ചു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നാം ഇന്ന് കരോളായി ഓരോ ഭവനത്തിലും ഈ മഹാസന്തോഷം അറിയിക്കുവാനായി പോകുമ്പോൾ നമ്മിലും നമ്മുടെ ഭവനങ്ങളിലും ഈ ക്രിസ്തു ജനിച്ചിട്ടുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് വിശകലനം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇടയന്മാർ ബേത്ലഹേമോളം ബന്ധപ്പെട്ട് ചെന്ന് മറിയയെയും ജോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. യേശുവിനെ കാണുവാനുള്ള യാത്ര ബദ്ധപ്പാടുള്ള യാത്രയാവാം. യേശുവിനെ കാണുവാനുള്ള യാത്രയിലെ ബദ്ധപ്പാടും യേശുവിനോടൊപ്പമുള്ള യാത്രയിലെ ബദ്ധപ്പാടും കഷ്ടതകളും ദൈവരാജ്യത്തിനു വേണ്ടി നാം സ്വീകരിക്കണം. മൂന്നാമതായി വിദ്വാൻമാരുടെ യാത്ര. കിഴക്കു നിന്നുള്ള 3 വിദ്വാൻമാർ രാജാവായി പിറന്നവനെ തിരക്കി യെരുശലേമിലെത്തി. ആദ്യം രാജകുമാരനെ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലാണ് തിരക്കിയത്. പിന്നീട് കാലിത്തൊഴുത്തിലെത്തി ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു. വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവനെ പൊന്ന് മൂര കുന്തിരിക്കം കാഴ്ചവെച്ചു. രക്ഷകനെ തേടിയുള്ള യാത്രയിൽ വഴിതെറ്റിയേക്കാം. എന്നാൽ രക്ഷകനെ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ മുൻപോട്ട് തന്നെ പോവുകയാണെങ്കിൽ തീർച്ചയായും അവനെ കണ്ടെത്തുവാനാവും. ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് 4-മത്തെ ആർത്തബാൻ എന്നു പേരുള്ള ഒരു ജ്ഞാനിയുടെ കഥ വളരെ പ്രചാരത്തിലുണ്ട്. നിങ്ങളൊരു പക്ഷേ പലരും കേട്ടിട്ടുണ്ടാവും. ദ 4th വൈസ് മാൻ. യേശുക്കുഞ്ഞിന് സമ്മാനമായി 3 വിലയേറിയ മുത്തുകളുമായാണ് ആർത്തബാൻ യാത്ര തിരിച്ചത്. തൻ്റെ കൂട്ടുകാർ യേശുക്കുഞ്ഞിനെ കണ്ട് മടങ്ങിയിട്ടും തനിക്ക് ബേത്ലഹേമിൽ എത്തുവാനായി സാധിച്ചില്ല. യാത്രയിൽ പലർക്കും തൻ്റെ കയ്യിലെ മുത്തുവിറ്റ് സഹായിച്ച ആർത്തബാന് നീണ്ട 33 വർഷം എടുത്തു ബേത്ലഹേമിൽ എത്തുവാനായി. രക്ഷകനെ ഗാൽഗുത്തായിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദൂരത്തു നിന്ന് കാണുവാനായെങ്കിലും തൻ്റെ കയ്യിൽ കൊടുക്കുവാനായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ എളിയവരിൽ ഒരുവന് ചെയ്തിരിക്കുന്നതൊക്കെയും എനിക്കാണ് ചെയ്തിരിക്കുന്നതെന്ന യേശുവിൻ്റെ സ്വരം അവന് ആശ്വാസമായി. യേശുവിനെ തേടിയുള്ള നമ്മുടെ ജീവിതയാത്രയിൽ അശരണരെയും ആലംബഹീനരെയും സഹായിക്കേണ്ടത് ആവശ്യമാണ്. അത് യേശുവിനുള്ള സമ്മാനമാണ്. നാലാമതായി നക്ഷത്രത്തിൻ്റെ യാത്ര. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 9-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിനു മീതെ വന്നു നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. കിഴക്കു നിന്ന് വന്ന വിദ്വാൻമാർക്ക് വഴികാട്ടിയായിരുന്നു ആ നക്ഷത്രം. മറ്റുള്ളവരെ യേശുവിലേക്ക് നയിക്കുന്ന നക്ഷത്രമാവണം നമ്മുടെ ജീവിതം. നമ്മുടെ വീട്ടിൽ നക്ഷത്ര വിളക്ക് തെളിയിക്കുമ്പോൾ നാം ക്രിസ്തു ഇവിടെ ജനിച്ചിരിക്കുന്നുവെന്ന് വിളംബരം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതയാത്ര, ജീവിതം ഒരു യാത്രയാണ്. യേശുവിനെ കണ്ടെത്തുന്നതിനുള്ള യാത്ര, യേശുവിലൂടെയുള്ള രക്ഷ കണ്ടെത്തുന്നതിനുള്ള യാത്ര. ഈ ആഘോഷങ്ങളൊക്കെയും അതിനായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഏവർക്കും നല്ലൊരു ക്രിസ്തുമസ് പുതുവത്സരം ആശംസിക്കുന്നു.